വാഹനത്തിൽ കയറ്റിയ നിലയിൽ ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ സംഭവത്തിൽ BJPയെ പ്രതിക്കൂട്ടിലാക്കി LDFും UDFും രംഗത്ത് വരികയാണ്. പണവും മദ്യവും ഭക്ഷ്യക്കിറ്റുകളും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുകയാണ് BJP എന്ന് ഇരു മുന്നണികളും ആരോപിച്ചു. എന്നാൽ ഈ ആരോപണം നിഷേധിക്കുകയാണ് BJP. കമൽ നമ്മോട് ചേരുന്നുണ്ട്. കമൽ, ഈ ഭക്ഷ്യക്കിറ്റുകൾ അത് 10,500 എണ്ണമുണ്ട്, അതിൽ ഈ മുറുക്കാൻ പൊതിയും ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. എന്തായിരുന്നു വാസ്തവം? എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടതാണ്? എന്താണ് ഇരു മുന്നണികളും പറയുന്നത്? BJPയുടെ മറുപടി എന്താണ്? പ്രജീഷ്, ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഈ വാർത്ത വരുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2,500ഓളം ഭക്ഷ്യക്കിറ്റുകൾ, വലിയ കിറ്റൊന്നുമല്ല, മാക്സിമം ഒരു 200 രൂപയൊക്കെ വില വരുന്ന കിറ്റുകൾ. അതിൽ പ്രജീഷ് പറഞ്ഞതുപോലെ ഈ മുറുക്കാൻ പൊതി, അതായത് വെറ്റിലയും അടക്കിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അത്തരത്തിലുള്ള കിറ്റുകൾ കൊണ്ടുപോകുന്നു. അത് ജില്ലാ കലക്ടർക്ക് രഹസ്യ വിവരം ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അത് പിടിച്ചെടുക്കുന്നു. 2 വാഹനങ്ങളിലായി കുറേ കൊണ്ടുപോയി വിതരണം ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് ഉടമ BJPയുടെ ഒരു പ്രാദേശിക നേതാവിൻ്റെ പേര് പറയുന്നു. അദ്ദേഹമാണ് ഈ കിറ്റ് ഏൽപ്പിച്ചതെന്ന് പറയുന്നു. അതിന് പിന്നാലെ മാനന്തവാടിയിലെയും കൽപ്പറ്റയിലെയും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒക്കെ അവിടെ ഈ ഷോപ്പുകളൊക്കെ ഉപരോധിക്കുന്നു. ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലെ രാത്രിത്തെ സംഭവങ്ങൾ. ഇന്ന് പക്ഷേ BJP, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ K. സുരേന്ദ്രൻ, അത് പൂർണ്ണമായും തള്ളിക്കളയാണ്. അദ്ദേഹം പറയുന്നത് ആദിവാസികളെ അപമാനിക്കലാണ്. 200 രൂപയുടെ കിറ്റ് കൊടുത്ത് അവർ വോട്ട് ചെയ്യും എന്ന് പറയുന്നത് അപമാനമാണ്. അങ്ങനെ LDFും UDFും അത്തരത്തിൽ അപമാനിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ BJP പ്രാദേശിക നേതാക്കളാണ് പല സ്ഥലത്തും ഈ കിറ്റിന് ഓർഡർ നൽകിയതെന്ന കടകളിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിയമപരമായി അത് തെളിയുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തെ വയനാട്ടിലെ ചർച്ചാ വിഷയമായി ഈ കിറ്റ് മാറിയിരിക്കുന്നു. എന്തായാലും നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നത് കുറച്ചുകൂടെ നല്ല കിറ്റ് ഏതായാലും കൊടുക്കുകയാണെങ്കിൽ ഈ 200 രൂപയുടെ കിറ്റിൽ കുറച്ചുകൂടി ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉള്ളൊരു കിറ്റ് കൊടുത്തൂടെ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പ്രജീഷ്.